ഹായ് കൂട്ടുകാരി, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓരോരുത്തരും ജീവിതം ഓരോ രീതിയിലാണ് അല്ലേ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഓരോന്നും അവരവർക്ക് അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർത്തിരമ്പുന്ന ഒരു കടലിനോട് ഉപമിക്കാം. പാറക്കെട്ടുകളിൽ വന്ന് അടിക്കുന്ന തിരമാലകളെ പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുഃഖങ്ങളാണെങ്കിലും ദുരന്തങ്ങളാണെങ്കിലും വന്നടിച്ച് ആ പാറക്കെട്ട് തകരാതെ നിൽക്കുന്നത് പോലെ തന്നെയാണ് നാം പിടിച്ചു നിൽക്കുകയാണ് അല്ലേ. നമ്മുടെ ജീവിതം നമ്മൾ ജനിച്ചു പോയി ജീവിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. ഓരോരുത്തരുടെയും അവസ്ഥകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാൻ കാരണം ഞാൻ അറിയുന്ന ഒരു ചേച്ചിയുടെ ജീവിതം, അല്ലെങ്കിൽ ആ ചേച്ചിയുടെ ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ അറിഞ്ഞു. ഇന്നലെയാണ് അറിഞ്ഞത്. അപ്പോൾ അതറിഞ്ഞപ്പോൾ എനിക്കത് തോന്നി ഒന്ന് പങ്കുവെക്കണമെന്ന്, അതുകൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞത് വേറൊന്നല്ല, നമ്മൾ ഓരോരുത്തരും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ വിവാഹപ്രായക്കെത്തി വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെ ആയി. അപ്പോൾ ജീവിതാവസാനം വരെ ചിലപ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ ഓരോരുത്തർക്കും ഓരോ യോഗങ്ങളാണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു. അപ്പോൾ പുനർവിവാഹം, നമ്മൾ വീണ്ടും രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരും ഉണ്ട്. അപ്പോൾ കഴിക്കുന്നു. അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം തന്നെ എല്ലാവരും ചിന്തിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് സ്ത്രീ ആണെങ്കിലും, അതായത് ഒരു രണ്ടാം ഭാര്യയായിട്ട് ചെല്ലുന്ന സ്ത്രീ ചിലപ്പോൾ നന്നായി പെരുമാറുന്ന, അല്ലെങ്കിൽ തൻ്റെ കുട്ടികളെ പോലെ മക്കളെ നോക്കി ആ വീടും ഭർത്താവിനെയൊക്കെ നോക്കി ജീവിക്കുന്നവരുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ പോരടിക്കുന്നവരുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരു അച്ഛൻ, അതായത് രണ്ടാം അച്ഛനാണെങ്കിൽ പോലും അങ്ങനെ രണ്ടാമതൊരു വിവാഹം ചെയ്ത ഭർത്താവും അങ്ങനെ തന്നെ ജീവിക്കുന്നവരായിരിക്കാം. നമ്മളിപ്പോൾ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവണമെന്നില്ല. കാരണം പ്രസവിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ അവിടെയും ഇവിടെയും തള്ളിക്കളയുന്ന അമ്മമാരുണ്ട്. അതുപോലെ തന്നെ അച്ഛന്മാരും, തനിക്ക് ജനിച്ച മക്കളെ നോക്കാത്ത അച്ഛന്മാരും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഈ ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അതുപോലെ എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും സാഹചര്യങ്ങൾ ഓരോന്നും പറയുക, അനുഭവിക്കാനുള്ളത് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആ ചേച്ചിക്ക് ഇതുപോലെ വിവാഹം കഴിഞ്ഞു. ആ വ്യക്തിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, ഒരാണും ഒരു പെണ്ണും. ആ വിവാഹം കഴിഞ്ഞ് അവർ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളെന്ന് പറഞ്ഞ പോലെ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സാമ്പത്തികവും അതുപോലെ സുഖ സൗകര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഈ ഭർത്താവ് മരിക്കുന്നതിന് മുൻപ് തന്നെ ഈ ചേച്ചിയുടെ അവരുടെ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മകൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ അവിടെ കുറേശ്ശെ പ്രശ്നങ്ങൾ തുടങ്ങിയത് മകനോ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയ്ക്കോ അല്ല പ്രശ്നം, മകൻ്റെ ഭാര്യ വീട്ടുകാർക്കാണ് പ്രശ്നം. കാരണം ഈ ചേച്ചിയുടെ ഭർത്താവ് ആ കുട്ടികളുടെ അച്ഛനാണ്. ഈ ചേച്ചി എന്ന് പറഞ്ഞ രണ്ടാനമ്മ എന്നാണ് അതായത് ആ മകൻ്റെ ഭാര്യ വീട്ടുകാർ കാണുന്ന രീതി. പക്ഷേ ആ മക്കൾക്ക് അങ്ങനെയില്ല. തങ്ങളെ നന്നായി സ്നേഹിച്ച് വളർത്തി ഒരമ്മ ആ സ്ഥാനം തന്നെയാണ് അവർക്കുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചേച്ചിയും അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എപ്പോഴും ആ പെൺകുട്ടിയുടെ അമ്മ വന്നു കഴിഞ്ഞാൽ പറയൂത്രേ, അവർക്ക് അമ്മലില്ലോ എത്രയായാലും രണ്ടാനമ്മയല്ലേ, അപ്പോൾ അവർക്ക് അമ്മലില്ലോ എന്ന് എപ്പോഴും പറയൂത്രേ. അപ്പോൾ ഈ ചേച്ചിക്ക് അത് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ വിഷമം ഉണ്ടായിരുന്നു എന്ന്. കാരണം അവരങ്ങനെ കരുതാതെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേറൊരു വ്യക്തി വന്ന് ഇങ്ങനെ പറയുമ്പോൾ അതൊരു വിഷമം. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് അത് മകൻ്റെ ജീവിതത്തിൽ ഒരു വിഷമം വേണ്ടാന്ന് വെച്ചിട്ട് ചേച്ചി അത് ഒന്നും മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടികളെയൊക്കെ നന്നായി നോക്കി, അവർക്കുണ്ടായ കുട്ടികളെയും ഒക്കെ നന്നായി നോക്കി നല്ല സ്നേഹത്തോടു കൂടി കഴിഞ്ഞു കൊണ്ടിരിക്കുന്ന കാലം. അത് കഴിഞ്ഞ് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിക്കുകയാണ്. ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് ആ ചേച്ചി അവിടെ തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ചുകൂടി പ്രശ്നങ്ങൾ രൂക്ഷമായി. അപ്പോൾ മകളും അതുപോലൊക്കെ തന്നെ പെരുമാറാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ മകൻ്റെ ഭാര്യയും കുറച്ചൊക്കെ സ്വഭാവത്തിൽ വ്യത്യാസം തുടങ്ങി. അതായത് അച്ഛനുള്ളപ്പോൾ ഒരു പേടിയും ഒരു ബഹുമാനം, അതുപോലെ തന്നെ എന്തും ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടമില്ലായ്മയും ഉണ്ടാവും. കാരണം അച്ഛനൊരു പേടിയുണ്ടാവും. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം എന്നുള്ള രീതിയായി. അങ്ങനെ ഭാര്യയുടെ വാക്കും അതുപോലെ തന്നെ ഭാര്യ വീട്ടുകാരുടെ വാക്കും കേട്ടിട്ട് ഈ മകനും കുറേശ്ശെ മാറ്റങ്ങൾ തുടങ്ങി. അപ്പോൾ ഈ മകൻ്റെ ഭാര്യയുടെ അമ്മയും അച്ഛനൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരവായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് പറയും, അവർക്ക് ആരുമില്ലല്ലോ, അവർക്ക് അച്ഛനും ഇല്ല, അമ്മയില്ല, അവർക്ക് ആരുമില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ചേച്ചിയോട് പറയൂത്ര. അപ്പോൾ ഈ ചേച്ചി ആരാണ് അവിടെ? അപ്പോൾ അത് കേൾക്കുമ്പോൾ ഈ ചേച്ചിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി എന്ന് പറയണേ.
അതൊക്കെ കഴിഞ്ഞ് ഈ മകൻ്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അതുപോലെ തന്നെ മകളും ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പോയതാണ്. പിന്നെ അങ്ങനെ അധികം വിളിക്കാറും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയി. അപ്പോൾ എന്തിനു പറയുന്നു, ഈ അച്ഛന് അത്യാവശ്യം കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണുങ്ങളാണെങ്കിലും മാലയും ബ്രേസ്ലെറ്റും അങ്ങനെയൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ഈ ചേച്ചിയുടെ റൂമിലായിരുന്നു. അപ്പോൾ ആ ചേച്ചിയോട് അതൊക്കെ ചോദിച്ചു. അത് വാങ്ങിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് പ്രശ്നങ്ങളായി. അപ്പോൾ സ്വന്തം അമ്മയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്വർണം ആ മക്കൾ ആവശ്യപ്പെടുമോ? അപ്പോൾ എങ്ങനെയുണ്ട് ആ മക്കൾ എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ പണത്തിനും സ്വർണത്തിനും അതുപോലെ തന്നെ അതിന് മാത്രമാണ് അവർക്ക് മൂല്യമുള്ളൂ. അപ്പോൾ ഇത്രയും കാലം തങ്ങളെ നോക്കി വളർത്തി വലുതാക്കിയ ആ സ്ത്രീയോട് ഒരു കടപ്പാടും അവർക്ക് തോന്നണില്ല. പിന്നെ മാത്രമല്ല ആ ചേച്ചീനെ ഒരുപാട് മാനസികമായിട്ടും ഒക്കെ ഒരു പീഡനങ്ങൾ. അപ്പോൾ ആ ചേച്ചിക്കും നിൽക്കക്കള്ളി ഇല്ലാതെയായി. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പോകണ്ടെന്നൊരു വാക്ക് പോലും ആരും പറഞ്ഞില്ല എന്ന്. അപ്പോൾ അങ്ങനെ ആ ചേച്ചി പോകുന്നു. പക്ഷേ ആ ചേച്ചിക്ക് ഇപ്പോൾ ജീവിതം കഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്. ഭാഗമൊക്കെ കഴിഞ്ഞു. അപ്പോൾ തറവാട്ടിൽ ഒരു സഹോദരനാണുള്ളത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും ജീവിച്ച് പോകാൻ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ ഒരു റൂം മാത്രമായിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് അവർക്കുള്ളത് ഉണ്ടായത്? ആ മക്കളെ നോക്കണതും കാര്യങ്ങളും മാത്രമാണ് അവർക്ക് ഉണ്ടായത്. അപ്പോൾ ആ ഒരു മക്കളെ നോക്കി വളർത്തി അതൊരു കടമ അവർക്കുണ്ടായി, അതവർ ചെയ്തു. പക്ഷെ തിരിച്ച് ആ മക്കൾക്ക് ഉണ്ടായിരുന്നു സ്നേഹം. ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായിരുന്നു. പക്ഷെ അത് മകൻ്റെ വിവാഹശേഷം മകൻ്റെ ഭാര്യ വീട്ടുകാരുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കടന്നുകയറ്റം കാരണമാണ് അത് മാറ്റം വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ മാനസികാവസ്ഥ ശരിക്കും എനിക്ക് വിഷമം തോന്നി. കാരണം ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, ജീവിതത്തിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥ, ആ അവസ്ഥയിലൊക്കെ എത്തിപ്പെടുമ്പോൾ അവരവർക്ക് തോന്നുന്ന ആ വിഷമം ഉണ്ടല്ലോ, അത് ഒന്നും ഒരാളോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഈ വിഷമം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് പങ്കുവെക്കണം എന്നുള്ളത്. അപ്പോൾ രണ്ടാം ഭാര്യയായിട്ട് നമ്മൾ ചെന്നു, അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ ഭർത്താവ് ചിന്തിക്കണം, എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ നോക്കി അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ളത് ആ ഭർത്താവ് ചിന്തിക്കണം. അതുപോലെ തന്നെ മക്കളും ചിന്തിക്കണം. മക്കൾക്കും ഒരു മനസ്സ് വേണം, എന്നാൽ തന്നെയാണ് അവർക്ക് അവിടെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അവരുടെ നല്ല ജീവിതം അല്ലെങ്കിൽ നല്ല കാലം മുഴുവൻ ഈ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ട് ജീവിച്ച് തീർത്തു, അവർക്കൊന്നുമില്ലാതെ പോവുകയാണ്. അപ്പോൾ പിന്നീട് അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല. അതിപ്പോൾ അവർ സ്വയം അവരുടെ തീരുമാനങ്ങളാണോ എന്തോ നമുക്കറിയില്ല. അതൊന്നും അതിലേക്കൊന്നും നമ്മൾ കിടക്കണില്ല, നമ്മൾ അന്വേഷിക്കില്ല. അതുകൊണ്ട് അവർക്കൊരു കുട്ടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ജീവിതത്തിൽ അവർക്കൊന്നും ഉണ്ടായില്ല. ഈ മക്കളെ നോക്കാലും വീട് നോക്കലും ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കലും എല്ലാം കഴിഞ്ഞു. അതോടുകൂടി അവരുടെ ജീവിതം അവസാനിച്ചു. അങ്ങനെ വരികയാണ് കേട്ടോ. വിവാഹം കഴിഞ്ഞ് ചെന്ന സമയത്ത് ആ കുട്ടികൾ പഠിക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആ കുട്ടികളുടെ കാര്യങ്ങൾ, ഇദ്ദേഹം ജോലി സംബന്ധമായിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. അങ്ങനെ ആ കുട്ടികളെ നോക്കലും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയി. ഇവർക്ക് ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു യാത്ര പോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യങ്ങൾ അതാണ് പ്രധാനം. അപ്പോൾ അത് പ്രകാരം ആ ചേച്ചി എല്ലാം നോക്കി നടത്തി. മക്കൾക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം തയ്യാറാക്കി കൊടുക്കും. അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു. അവർക്ക് പിന്നെ തുടർ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അറിയാലോ, അതുപോലെ തന്നെ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, പിന്നെ വിവാഹം, അങ്ങനെ നീണ്ടു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ പറയുന്ന പോലെ ജീവിതം ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ജോലി സംബന്ധമായിട്ട് ജോലി സ്ഥലത്തും, ചേച്ചി കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വീട്ടിലും. അപ്പോൾ വീടും കാര്യങ്ങളും എല്ലാം നോക്കി അടുക്കും ചിട്ടയായി എല്ലാ കാര്യങ്ങളും ചെയ്ത് മക്കൾക്ക് വേണ്ട രീതിയിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോയി. മക്കളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ജോലിക്കായി, വിവാഹം കഴിഞ്ഞിട്ടും ഇവർക്ക് അതിനൊരു മോചനമില്ല. അപ്പോഴും മക്കളുടെ കൂട്ടത്തിൽ പോയി മക്കളുടെ കാര്യങ്ങൾ നോക്കൽ, മക്കൾക്ക് മക്കളായി അവരെ നോക്കൽ, അങ്ങനെ നീണ്ടു പോവുകയാണ് അല്ലേ. അപ്പോൾ ഒരു അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമുക്ക് ഒഴിവില്ല അല്ലേ. അപ്പോൾ ജീവിതത്തിൽ ആ ചേച്ചിക്ക് ഒരു സന്തോഷമോ സമാധാനമോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടൊത്തൊരു യാത്രയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒന്നുമില്ലാതെ ദിനരാത്രങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞ് പോവുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെയായി. പിന്നെ ഭർത്താവ് ഇത്തിരി മുൻചുണ്ടിയുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയായിട്ട്, വേറെ രീതിയല്ല, അടുക്കും ചിട്ടയായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ചേച്ചി പെരുമാറുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ആൾക്കതിൽ സന്തോഷം തന്നെയായിരുന്നു. പക്ഷെ മക്കളുടെ കാര്യത്തിലപ്പുറം അദ്ദേഹത്തിന് ഭാര്യയോട് ഇതില്ല. വെച്ചാൽ മക്കൾക്കാണ് ഏറ്റവും പ്രധാനം. അതായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ ചേച്ചിയോടും കുറച്ചൊക്കെ ഒരു സ്നേഹം സമാധാനമൊക്കെ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ ചേച്ചിക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥ, ആ അവസ്ഥയിലും ഇങ്ങനെ വീട്ടിൽ വന്നപ്പോഴും ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആ ചേച്ചിയുടെ ഒരു അവസ്ഥ എനിക്ക് തോന്നി, അതുകൊണ്ട് പങ്കുവെക്കണം തോന്നിയതാണ് കേട്ടോ.
അപ്പോൾ അതൊന്നും എനിക്ക് പങ്കുവെക്കണം എന്ന് തോന്നി, ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.